അപ്പൊ സജാദെ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. എന്തിനാണ് പറഞ്ഞത്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഓർമ്മയില്ല? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരൊക്കെ സജാദിന്റെ ഈ ഒരു പുതിയ ഷോപ്പിൽ വരുമ്പോൾ തീർച്ചയായും അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം എന്നായിരുന്നു കേട്ടോ. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ ആലംകോട് വഞ്ചിയൂർ റോഡിൽ പുതിയ തടം ജംഗ്ഷനിലായിട്ട് പ്രിയപ്പെട്ട സഹോദരൻ സജാദ് ഒരു പുതിയ സംരംഭം ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. സംരംഭത്തിന്റെ പേര് വൈറ്റ് റോസ് ഹയർ സർവീസ് എന്നാണ്. ഈ ഒരു സംരംഭത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്റ്റേജ് മെറ്റീരിയലുകളെല്ലാം തന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ റെന്റിന് കൊടുക്കുന്ന ഒരു ഷോപ്പാണ്. എന്ന് വെച്ചാൽ കല്യാണം, ബർത്ത്ഡേ, ഹൽദി അങ്ങനെയുള്ള ആഘോഷങ്ങൾ ഏതാണെങ്കിലും നമുക്ക് വേദി കളർഫുൾ ആക്കുവാനുള്ള, എന്ന് വെച്ചാൽ മോടി പിടിപ്പിക്കുവാനുള്ള എല്ലാവിധ സ്റ്റേജ് മെറ്റീരിയലുകളും വൈറ്റ് റോസ് ഹയർ സർവീസ് എന്ന ഈ ഒരു പുത്തൻ സംരംഭത്തിൽ നിന്നും വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് തന്നെ നമുക്ക് വാടകയ്ക്ക് എടുത്തു കൊണ്ടുപോയി നമ്മുടെ ആഘോഷങ്ങളെല്ലാം അടിപൊളിയാക്കുവാൻ സാധിക്കും. 2026 ഫെബ്രുവരി 2 തീയതി മുതൽ ഈ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയ്ക്കൊപ്പം തന്നെ ഈ ഒരു സംരംഭത്തിന്റെ കോൺടാക്ട് നമ്പറും കൊടുക്കുന്നുണ്ട്. തീർച്ചയായും എല്ലാ പ്രിയപ്പെട്ടവരുടെയും സപ്പോർട്ട് ഈ ഒരു സംരംഭത്തിന് ഉണ്ടാവണം. കാരണം നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് ലഭിക്കുന്നതിനേക്കാളും വളരെ തുച്ഛമായിട്ടുള്ള വാടകയ്ക്ക് തന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ ആഘോഷങ്ങൾ അടിപൊളിയാക്കുവാൻ വേണ്ടുന്ന എല്ലാവിധ സ്റ്റേജ് ഡെക്കറേഷൻ സാധനങ്ങളും ഡെക്കറേഷൻ മെറ്റീരിയലുകളും 100% ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നീട് ഈ ഒരു ഷോപ്പ് കണ്ടിട്ട് ഇത്ര സാധനങ്ങളെ ഉള്ളോ എന്ന് ഒരിക്കലും കരുതരുത്. ബാക്കി സാധനങ്ങളെല്ലാം തന്നെ വലിയൊരു ഗോഡൌണിലാണുള്ളത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്രയാണെങ്കിലും അത് അത്രയും തന്നെ വളരെ തുച്ഛമായിട്ടുള്ള വാടകയ്ക്ക് വൈറ്റ് റോസ് ഹയർ സർവീസ് എന്ന ഈ ഒരു പുത്തൻ സംരംഭത്തിൽ നിന്നും നിങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കുവാൻ സാധിക്കുന്നതാണ്. സ്റ്റേജ് മെറ്റീരിയലുകൾ റെന്റിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ സനാസ് എന്ന പേരിൽ വെഡിംഗ് ഈവന്റ് മാനേജ്മെന്റും ഈ ഒരു സംരംഭത്തിന്റെ സഹോദര സ്ഥാപനമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്.